ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വെജിറ്റബിൾ പുലാവ് ആണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഇതിനു വേണ്ട പച്ചക്കറികളൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, അതുപോലെ സവാള, പിന്നെ കുറച്ച് ഗ്രീൻ പീസ്, അതുപോലെ മല്ലിയില, പുതിനയില, പിന്നെ ഉരുളക്കിഴങ്ങ്, ഇത്രയും പച്ചക്കറികളാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇനി നമുക്കൊന്ന് അരി കഴുകി കുതിർത്ത് വെക്കാം. 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കണം. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഒരു കഷ്ണം പട്ട, 4-5 ഗ്രാമ്പു, 2-3 ഏലക്കായ, കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ അരിയൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിലേക്കൊരു 2 പച്ചമുളക് 4ആയി കീറിയതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. ഈ പച്ചക്കറികളൊക്കെ ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയാണ്. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്തി ഒരു പുലാവ് തയ്യാറാക്കി കൊടുത്താൽ എല്ലാ കുട്ടികളും കഴിക്കാൻ ഇഷ്ടപ്പെടും. ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തു. ഉള്ളി നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് എടുത്തു വെച്ച പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പച്ചക്കറിക്ക് ആവശ്യമായ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ച നെയ്ച്ചോറിൻ്റെ അരി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ബസ്മതി റൈസ് അല്ല. ബസ്മതി റൈസ് ആയാൽ കുറച്ചുകൂടി നല്ല നീളമുള്ള അരി, കാണാനും കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടാവും. ഇത് സാധാരണ ജീരകശാലയുടെ അരിയാണ്. അപ്പോൾ നന്നായി ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് തീ കൂട്ടി വേണം ഇളക്കി കൊടുക്കാൻ. അതിന് ശേഷം നല്ല തിളക്കുന്ന വെള്ളം, ഞാൻ തിളക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുക. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ആണ് വേണ്ടത്. നേരെ ഇരട്ടി വെള്ളമാണ് എടുക്കേണ്ടത്. അതിന് ശേഷം 1 സ്പൂണിൽ കുറച്ച് നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരിക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിൽ 10-15 മിനിറ്റ് കൊണ്ട് വേവിക്കാൻ വെക്കുക. ഇപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ഇതിൻ്റെ മുകളിലേക്കൊരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് തട്ടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. തീ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടിൽ തന്നെ കുറച്ചുകൂടി വേവ് ആവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് വെക്കാം. ഇത് തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇതിന് കഴിക്കാൻ വേണ്ടി മല്ലിയും ഇലയും പുതിനയിലയും കൂടിയുള്ള ചമ്മന്തിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഇത് തയ്യാറാക്കി കൊടുക്കാം. ഞാൻ മല്ലിയിലയും പുതിനയിലയും കൂടി ചമ്മന്തി അരച്ചത് ഇങ്ങനെയാണ്. തേങ്ങയും അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില, കുറച്ച് കൂടുതൽ പുതിനയില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് നാരങ്ങാ നീര് കൂടി ചേർക്കണം. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താൽ പുതിനേൻ്റെ ചമ്മന്തി റെഡിയായി കിട്ടും. അപ്പോൾ അതുമാത്രമല്ല, നമുക്ക് വേറെ എന്തെങ്കിലും സൈഡ് ഡിഷ് ഉപയോഗിച്ചും ഈ പുലാവ് കഴിക്കാവുന്നതാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഞാനിത് തയ്യാറാക്കിയത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക.